Okay. So weather climate എന്നൊക്കെ പറഞ്ഞാൽ എന്തുവാണ് അർത്ഥം? Weather climate കാലാവസ്ഥ. Okay, നമുക്കറിയാം we have different kinds of climates, isn't it? Sometimes we have rain, sometimes it will be cold. Means now we have a little bit of cold, but not much. Anyway, it's known as winter season here in Kerala, isn't it? Winter എന്ന് പറഞ്ഞാൽ പോലെ ഒരു പേര് മാത്രമേ ഉള്ളൂ. നമുക്ക് പുതപ്പൊന്നും ആവശ്യമില്ല രാത്രിയിൽ ഉറങ്ങാൻ അല്ലേ? നമ്മൾ ഫാൻ ഒക്കെ ഉപയോഗിച്ചാൽ മിക്കവാറും കിടന്നുറങ്ങുന്നത് അല്ലേ? Okay. But in North India and all, if we go there, we can know that they use blankets, sweaters and all because it is very cold there. വളരെ തണുപ്പുള്ള കാലാവസ്ഥയാണ് അല്ലേ? നോർത്ത് ഈസ്റ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ ഭയങ്കര തണുപ്പുള്ള കാലാവസ്ഥയാണ്. ഓക്കെ, നെക്സ്റ്റ് then we will have summer season. സമ്മർ സീസൺ നമുക്കുണ്ട്. ഓക്കെ, സമ്മർ സീസൺ നമുക്ക് പറയുമ്പം മാർച്ച്, ഏപ്രിൽ, മെയ് ആൻഡ് ഓൾ വി ഹാവ് മോനെ വിളിക്കുന്നു. മാർച്ച്, ഏപ്രിൽ, മെയ് ഒക്കെ എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ചൂടുള്ള ഒരു കാലാവസ്ഥയാണ് അല്ലേ? ഓക്കെ, സോ ലൈക്ക് ദാറ്റ് ഡിഫറെന്റ് ക്ലൈമറ്റ് ഈസ് ദെയർ. ആൻഡ് ഈ വെതർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ നമുക്കറിയാം ഒരു മഴ കഴിഞ്ഞു കഴിയുമ്പോൾ പിന്നെ നമുക്ക് തണുപ്പല്ല, പിന്നെ നമുക്ക് ചൂട് തോന്നും അല്ലെ? സംടൈംസ് ആഫ്റ്റർ ദ റെയിൻ ഇറ്റ് വിൽ ബി കോൾഡ്, ലിറ്റിൽ ബിറ്റ് ഓഫ് കോൾഡ്. ശരി, ആ രീതിയിലുള്ള ഒരു വേരിയേഷനെയാണ് നമ്മൾ വെതർ എന്ന് പറയുന്നത്. ഇഫ് യു ഹാവ് വാച്ച്ഡ് ദ ന്യൂസ് ഇൻ TVs or in radio and all, at the last of that news they will tell today's weather. Have you heard that? Have you heard? Yes. Or in the newspaper you can see കാലാവസ്ഥ, ഇന്നത്തെ കാലാവസ്ഥ എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്നത്. ന്യൂസിൽ ലാസ്റ്റ് പറയും, ടിവിയിലൊക്കെ റേഡിയോയിലൊക്കെ പറയും ഇന്നത്തെ കാലാവസ്ഥ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ പറയുന്നുണ്ട് തിരുവനന്തപുരം 30 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 28 ഡിഗ്രി സെൽഷ്യസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയാറുണ്ട് അല്ലെ ഓരോ സ്ഥലത്തെയും. ഇപ്പൊ തിരുവനന്തപുരത്തും അതിനടുത്തുള്ള എറണാകുളം അല്ലെങ്കിൽ കൊച്ചി അല്ലെങ്കിൽ കണ്ണൂർ, കോഴിക്കോട് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം ഡിഫറൻസ് ആയിരിക്കും. ഒരേ ക്ലൈമറ്റ് ആയിരിക്കണം എന്നില്ല. സംടൈംസ് വളരെ റെയർ ആയിട്ട് ചില സ്ഥലത്ത് സെയിം വന്നെന്ന് വരാം, അല്ലെങ്കിൽ മോസ്റ്റ്ലി ഓഫൺ ആൻഡ് ഓഫൺ മിക്കവാറും എന്ന് പറയുന്ന പോലെ നമ്മൾ എന്താണ് ക്ലൈമറ്റില് ഡിഫറൻസ് ഉണ്ടായിരിക്കും. അതായത് ചില സ്ഥലങ്ങളിൽ കൂടുതലും ചില സ്ഥലങ്ങളിൽ അതിനേക്കാൾ കുറച്ചുകൂടെ താഴ്ന്നതും അല്ലെങ്കിൽ വളരെ കുറഞ്ഞതും ഒക്കെ ആയിരിക്കും. ഇപ്പൊ ചില സ്ഥലങ്ങളിൽ മഴ പെയ്തിട്ടുണ്ടാകും, ചില സ്ഥലങ്ങളിൽ മഴ പെയ്തിട്ടുണ്ടാകില്ല. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഇവിടെ പാടിച്ചാലിൽ മഴ പെയ്തിട്ടുണ്ടാകും. ഇൻ യുവർ പ്ലേസ് ദർ വിൽ ബി നോ റെയിൻ. ചില സമയം ക്ലാസ് എടുക്കുന്ന സമയത്ത് കുഞ്ഞുങ്ങൾ പറയും മിസ്സേ ഇവിടെ അപ്പോഴും മഴ പെയ്യും, അതുകൊണ്ട് ക്ലിയർ ഇല്ല എന്ന് പറയുന്നത് കേൾക്കാം. അപ്പൊ ഇവിടെ ഒരു മഴ ഉണ്ടാവണമെന്നില്ല. ഓക്കെ, സേ ഹിയർ വൺ ആക്ടിവിറ്റി ഈസ് ദേർ. ഇങ്ങടുത്തിരുന്ന മോനെ, look up the weather report in a daily newspaper. A sample is given here. What information does it provide? ഇവിടെ നിങ്ങൾക്ക് ഒരു വെതറിനെ കുറിച്ചുള്ള ഒരു ചെറിയ റിപ്പോർട്ട് ഇവിടെ തന്നിട്ടുണ്ട്. മാക്സിമം 28.6 ഡിഗ്രി സെൽഷ്യസ്, -11 per minute, 25.9 degree Celsius, -3. Moon set Wednesday, -438 AM. Moon rise Tuesday, 6.25 PM, 29 PM. Sunset Tuesday, 7.21 PM. Sunrise Wednesday, 5.23 AM. Generally cloudy sky with a few spells of rain or thunder. 1 or 2 may be heavy. Maximum humidity on Monday 98% and minimum 92%. ഇങ്ങനെ ഒരു റിപ്പോർട്ട് തന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോ? ഇല്ല അല്ലെ? നമ്മളെ സംബന്ധിച്ച് ചെറിയ കുഞ്ഞുങ്ങൾ നിങ്ങളൊക്കെ ഒട്ടും മനസ്സിലാവില്ല. പക്ഷെ ഈ സയന്റിസ്റ്റ് ഒക്കെ എങ്ങനെയാ ഫോർകാസ്റ്റ് ചെയ്യുന്ന ക്ലൈമറ്റ്? ലാസ്റ്റ് വീക്ക് വി ഹാഡ് ദിസ് എന്താ പറയണ്ടേ, വിൻഡിനെ കുറിച്ചുള്ള ഒരു ഇതൊക്കെ ഉണ്ട് ഫോർകാസ്റ്റ് ചെയ്ത്. വലിയ ഫ്ലഡ് ഉണ്ടാകും എന്നല്ല പറഞ്ഞ, ചുഴലിക്കാറ്റും വലിയ മഴയുണ്ടാകും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ ഭയങ്കര എന്തായിരുന്നു അതിന്റെ പേര്? ബുറേക്കിയോ എന്തായിരുന്നു അതിന്റെ പേര്? ബുറേവി. ഓക്കെ, ബുറേവി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ കുറെ കേട്ടായിരുന്നു അല്ലെ? പക്ഷെ വലിയ കാര്യമായിട്ട് നമുക്ക് ഇഫക്ട് ചെയ്യാതെ അങ്ങ് പോയി. ഹൗ ഡു ദി സയന്റിസ്റ്റ് ഫോർകാസ്റ്റ് ഇറ്റ്? മീൻസ് early they know that it may happen. കടലിൽ കാറ്റിന് രൂപപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ന്യൂനമർദ്ദം ഉണ്ടാകും, സൈക്ലോൺ ഉണ്ടാകും എന്നൊക്കെയുള്ളത് എങ്ങനെ അവർ അറിയുന്നത്? they will get the information through the satellites. Okay, satellites will give the information.
ഓക്കെ, നേരത്തെ ഒന്നും അങ്ങനത്തെ മെത്തേഡില്ല. ഇപ്പൊ നമ്മുടെ സയന്റിസ്റ്റുകളൊക്കെ നല്ല എക്സ്പേർട്സ് ആണ്. നമുക്ക് ഒരുപാട് ടെക്നോളജി ഹാസ് ബീൻ ഡെവലപ്ഡ് ടു എ ലോട്ട്, isn't it? Okay, so here it provides information on various parameters like temperature, humidity. Humidity means a measure of the amount of moisture in the air, clouds and rainfall, and the times of sunrise and sunset with a reference to a region. നിങ്ങളുടെ ഫോണിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ചിലപ്പോൾ അതിൽ ടൈം സെറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫോണൊക്കെ ഒന്ന് സ്വിച്ച് ഓഫ്, ബാറ്ററി റിമൂവ് ചെയ്യേണ്ടതായിട്ട് വന്നു, അങ്ങനെയൊക്കെ നമ്മൾ ടൈം റീസെറ്റ് ചെയ്യേണ്ടതായിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മളോട് ടൈം ചോദിക്കും. അപ്പൊ ഏത് റീജിയൻ ചോദിക്കും. ആ എല്ലാ റീജിയനിലും ഒരേ ടൈം ആയിരിക്കുമോ? അല്ല. നൗ ഇൻ ഇന്ത്യ വാട്ട് ഈസ് ദ ടൈം നൗ? 9:24. നമുക്കിവിടെ 9:24 ആണ് കാണിക്കുന്നത്, 25 നമ്മുടെ കമ്പ്യൂട്ടറിൽ കാണിക്കുന്നത്. ഓക്കെ, but in America it will not be now 9:24 or 25 and all. It will be night for them. ഈ അമേരിക്ക എന്ന് പറയുന്നതിൽ നമുക്കറിയാം അവർക്കിപ്പോൾ രാത്രി, അവർ ഉറങ്ങുന്ന സമയമാണ്, നമുക്കിപ്പോൾ ഡേ ആണ് അല്ലേ. കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ഒരു ആന്റി ഉണ്ട്, ആന്റി വിളിച്ചു. ആന്റി വിളിക്കുമ്പോൾ ആന്റി രാവിലെ എന്നെ വിളിച്ചു, ഞാൻ സ്കൂളിലേക്ക് എത്തുമ്പോഴേക്കും വിളിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, ആന്റി ഞാൻ വീട്ടിൽ നിന്ന് പോകുന്നു, സ്കൂളിലെത്തി. അപ്പൊ ആന്റിക്ക് എന്റെ ഫാദറിനോട് സംസാരിക്കണമായിരുന്നു, വീട്ടിൽ അപ്പച്ചനോട് സംസാരിക്കണമായിരുന്നു, അതിന് വേണ്ടിയിട്ട് വിളിച്ചത്. ഞാൻ പറഞ്ഞു സ്കൂളിലെത്തി എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ പറഞ്ഞു ഓക്കെ ഈവനിങ് ഐ വിൽ കോൾ യു, ഞാൻ വീട്ടിൽ ചെന്നതിന് ശേഷം വിളിക്കാന്ന് പറഞ്ഞു. അപ്പൊ ആന്റി പറഞ്ഞു മോള് വിളിക്കുമ്പോഴത്തേക്കും ഞാൻ ഉറങ്ങി എണീറ്റിട്ടുണ്ടാവില്ല. ഇപ്പൊ ഞങ്ങൾ ഉറങ്ങാൻ പോവുകയാണ്, എല്ലാവരും വീട്ടിലുള്ള ബാക്കി എല്ലാവരും they are sleeping and I want to talk to your father. That means her brother. ഫാദറിലോട് സിസ്റ്ററാണ് വിളിക്കുന്നത്. അപ്പൊ അവർക്ക് സഹോദരനായിട്ട് സംസാരിക്കണം, അതിന് വേണ്ടി വിളിച്ചാണ്. ഞാൻ ഓൾറെഡി സ്കൂളിലോട്ട് വന്നുകൊണ്ട് പിന്നെ പിറ്റേ ദിവസം രാവിലെ തന്നെ ഞാൻ ക്ലാസ്സിലാതിരുന്നു, ഞാൻ രാവിലെ തന്നെ ആന്റി അങ്ങോട്ട് വിളിച്ചു. അപ്പൊ ആന്റി ഷീ വാസ് ഗോയിങ് ടു ബെഡ്, ഉറങ്ങാൻ പോകുമായിരുന്നു. അതാണ് ഡിഫറൻസ് ഞാൻ പറഞ്ഞത്. ഓക്കെ, ഇനി വേണ്ട അമേരിക്ക വരെ പോകണ്ട, നമുക്ക് ആ ദുബായ് ഒന്നും വലിയ ദൂരമുള്ള സ്ഥലമല്ല അല്ലെ. പക്ഷെ 3 hours or something difference is there. Now if it is 9:26 here, I think 3 or 2.5 hours difference is there. അവർക്കിപ്പോൾ നേരം വെളുത്ത് വരുന്നതേ ഉള്ളൂ. 7:25 or 7 o'clock ആയിട്ടേ ഉണ്ടാവുള്ളൂ അവർക്ക് അവിടെ, or 6:30 something like that way. ഓക്കെ, അങ്ങനെ ടൈമിന്റെ ഡിഫറൻസ് വരുന്നുണ്ട്. സോ നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത് ആ റിപ്പോർട്ട് അനുസരിച്ച് ഓരോ സ്ഥലത്തെയും ക്ലൈമറ്റിന്റെ ടെമ്പറേച്ചർ ഹൗ ഇറ്റ് വിൽ ബി, മാക്സിമം ഹൗ ഇറ്റ് വിൽ ബി, മിനിമം ഹൗ മച്ച് വിൽ ബി ദർ, ആൻഡ് വെദർ ദർ ഇസ് പോസിബിലിറ്റി ഫോർ റെയിനിങ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാകും ഒറ്റപ്പെട്ട മഴയ്ക്ക്, ഇടിയോടുകൂടി മഴയ്ക്ക് സാധ്യത എന്നൊക്കെ അല്ലേ. ചിലപ്പോൾ മഴ പെയ്തെന്ന് വരാം, പെയ്തില്ല എന്നും വരാം. ഓക്കെ, അവരങ്ങനെ പറഞ്ഞാലും ദർ വിൽ ബി പോസിബിലിറ്റി, ചിലപ്പോൾ എവിടെയെങ്കിലുമൊക്കെ മഴ പെയ്യുന്നുണ്ടാകും. ഓക്കെ, so it provides information on various parameters like temperature, humidity, clouds and rainfall, and the times of sunrise and sunset with a reference to a region. നമുക്കറിയാം, നമുക്ക് രാവിലെ ഒരു ഇപ്പൊ നേരെ ഒരു 6-6:30 ആകും, 6-7 മണി 6:30 ആയിരുന്നാലേ വെളിച്ചം വരാൻ തുടങ്ങുള്ളൂ അല്ലെ. നമ്മുടെ ഡേ എന്ന് പറയുന്നത് ഷോർട്ടാണ്, നൈറ്റ് ഈസ് ലെന്തി. നമുക്കറിയാം ഒരു 6:15 ഒക്കെ ആകുമ്പോഴത്തേനും തന്നെ പയ്യെ ഇരുട്ടാകും, വൈകുന്നേരം ആകുമ്പോഴത്തേനും. കഴിഞ്ഞ ദിവസം ഞാൻ ഇവിടുന്ന് ക്ലാസ് കഴിഞ്ഞ് 5:45 ക്ലാസ് തീർന്ന് കൺവേർഷൻ കഴിഞ്ഞ് യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്തപ്പോൾ തന്നെ ഇരുട്ടാകാൻ തുടങ്ങി. പിന്നെ ഞാൻ റോഡിലിറങ്ങി, എനിക്ക് പേടിയായി. അത് ഞാൻ പയ്യെ നടക്കാൻ തുടങ്ങിയപ്പോഴേക്കും എന്നെ കൂട്ടാൻ വേണ്ടിയിട്ട് വന്നത്. ഞങ്ങൾ വീട്ടിൽ ചെല്ലുമ്പോൾ നല്ലപോലെ ഇരുട്ടായി. ഇപ്പൊ ചോദിക്കാൻ എന്താ ഇത്രയും വൈകിപ്പോയെന്ന്. പക്ഷെ ആക്ച്വലി ടൈം അപ്പോൾ 6:30 ഒക്കെ ആകുന്നതേ ഉള്ളൂ. നമുക്കറിയാം നൈറ്റ് ഈസ് ലെന്തി നവേഡേസ്. അത് നമ്മുടെ ഭൂമിയുടെ റൊട്ടേഷൻ, റെവല്യൂഷൻ മൂലം ഉണ്ടാകുന്ന ഒരു മാറ്റമാണ്. ഓക്കെ, സൺറൈസും സൺസെറ്റും ഒക്കെ ഓരോ സ്ഥലത്തും ഡിഫറെന്റ്. നമുക്ക് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, വിച്ച് ഈസ് ദ കൺട്രി, വിച്ച് കൺട്രി ഈസ് നോൺ ആസ് ദ ലാൻഡ് ഓഫ് റൈസിംഗ് സൺ. ഉദയ സൂര്യന്റെ നാട് എന്നറിയപ്പെടുന്ന രാജ്യം ഏതാണെന്ന് അറിയാവോ? ഹാവ് യു സ്റ്റഡീഡ് ഇൻ GK? നോ, ലാൻഡ് കൺട്രി. ഐ മസ്റ്റ് ഗിവ് country. No, not Dubai. Sean, do you know? Dia and Maria, do you know which country is known as the land of rising sun? Japan. Japan is known as the land of rising sun. ഉദയസൂര്യന്റെ നാട് എന്നറിയപ്പെടുന്നത് ജപ്പാനാണ്. കാരണം അവിടെയാണ് ഏറ്റവും ആദ്യം സൺറൈസ് ആകുന്നത്. എന്ന് വെച്ചാൽ നേരെ വേഗം നമ്മളെക്കാളൊക്കെ മുന്നേ അവർക്ക് ഏറ്റവും ആദ്യം സൺറൈസ് എന്ന് പറയുന്ന പുതിയൊരു ദിവസം തുടങ്ങുന്നതിന്റെ അവിടെയാണ് തുടങ്ങുന്നത്. അതുകൊണ്ടാണ്. ഓക്കെ,
So these parameters and their day-to-day changes make up the weather. ഇപ്പൊ നിങ്ങൾ ഈ നെതർലാൻഡ്, സ്കോട്ട്ലാൻഡ്, അത് മീൻസ് ഇങ്ങനെയുള്ള രാജ്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ക്രിസ്മസ് ഒക്കെ ആവുന്ന സമയത്ത് കഴിഞ്ഞ വർഷം എൻ്റെ ഒരു ഫ്രണ്ട്, അവര് ക്ലാസ്മേറ്റ് ആണ്, അവര് UK-യിലാണ്, ലണ്ടനില്. അപ്പൊ അവരൊരു വീട് ഇട്ടിരിക്കുകയാണ്. അവരുടെ വീടിന്റെ പരിസരം എല്ലാം ഇങ്ങനെ കംപ്ലീറ്റ്ലി കവേർഡ് വിത്ത് സ്നോ. അവരുടെ വീട് ഒന്നുമില്ല, മണ്ണൊന്നും കാണാനില്ല, കംപ്ലീറ്റ്ലി സ്നോയാണ്. ട്രീസിലൊന്നും ലീവ്സേ ഇല്ല. ട്രീസിലൊക്കെ ഇങ്ങനെ സ്നോസ് നമ്മൾ TV-യിലൊക്കെ കണ്ടിട്ടില്ലേ, ഇങ്ങനെ പിക്ചറിലൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ. ഓക്കെ, അതുപോലെ. പക്ഷെ നമുക്ക് ഇവിടെയോ ഈ ഡിസംബർ മാസത്തിലും ഫാൻ ഇല്ലാതെ കിടന്നുറങ്ങാൻ പറ്റാത്ത ക്ലൈമറ്റ് ആണ് അല്ലെ. തണുപ്പുണ്ട് എങ്കിൽ പോലും വി നീഡ് ഫാന്. ഒരു ശകല സമയം നമ്മൾ പുറത്തെന്തെങ്കിലും അല്ലെങ്കിൽ ഒരു ജോലി ചെയ്തിട്ട് കയറി വന്നു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ വേർക്കുന്നുണ്ടാവും അല്ലെ. വി നീഡ് ഫാൻ. ഇപ്പൊ ഇവിടെ ഫെയ്ത്തിന് ഇപ്പൊ ഫാൻ ഇല്ലാതെ ഇരിക്കാൻ പറ്റുന്നില്ല. ഓക്കെ, അപ്പം അതാണ് നമ്മുടെ ക്ലൈമറ്റിന്റെ ഓരോ റീജിയന്റെ ക്ലൈമറ്റിന് ഡിഫറൻസ് ഉണ്ട്. Say collection of information to study weather changes from the weather report in a daily newspaper. Note the following information daily for 10 consecutive days. Maximum and minimum temperature. So here one activity is given to you. Daily you have to take the newspaper. Is there newspaper in your house daily? No. You, Sean? No. And Maria? പത്രം വരുത്തുന്നുണ്ടോ വീട്ടില്? ഭാഗ്യം, ഒരാളെങ്കിലും ഉണ്ട്. ശ്രേയക്കുട്ടി പോയെന്ന് തോന്നുന്നു അല്ലേ. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ ഷോണിന്റെ വീട്ടിൽ TV ഉണ്ടല്ലോ. TV-യും ഇല്ലേ? TV ഇല്ല, പത്രവും ഇല്ല. പിന്നെ വാർത്തയൊക്കെ എങ്ങനെയാ അറിയുന്നേ? അങ്ങനത്തെ ഒരു പരിപാടി ഫോണിൽ കൂടെ കാണും. ഓക്കെ, അതിലെ കാലാവസ്ഥ കാണിക്കുന്നില്ലേ, ക്ലൈമറ്റ്. അതൊരു 10 days കണ്ടിന്യൂസ് ആയിട്ട് നോക്കുക. എന്നിട്ട് ഒരു ബുക്കിൽ നിങ്ങൾ എഴുതി വെക്കണം. അപ്പൊ നിങ്ങളുടെ സ്ഥലത്തിന്റെ ഏരിയ, അതായത് നിങ്ങൾ നമ്മൾ ഫോണിൽ നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഏരിയയിലെ ഒരു സ്ഥലം സെറ്റ് ചെയ്താൽ ആ സ്ഥലത്തെ ക്ലൈമറ്റ് പറയും, ടെമ്പറേച്ചർ എത്രയാണെന്നൊക്കെ അല്ലേ. അപ്പൊ എൻ്റെ വീടിന്റെ അടുത്തുള്ള എൻ്റെ സ്ഥലം ഞാൻ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ കാലാവസ്ഥ ഗൂഗിളിൽ അത് സെർച്ച് ചെയ്താൽ നമുക്ക് ഡെയിലി റിപ്പോർട്ട് തരും അല്ലേ. ഓക്കെ, അപ്പൊ അങ്ങനെ നോക്കുക. Will the climate or temperature will be the same for these 10 days? ഈ 10 ദിവസവും ഒരേപോലെ ആയിരിക്കുമോ? അല്ല, 10 ദിവസം 10 തരമായിരിക്കും. ഡിഫറൻസ് will be there. Okay. So maximum and minimum temperature, maximum and minimum humidity. Now do the following. Plot a graph showing the changes in maximum and minimum temperatures during the period. ഇത് നമുക്ക് ക്ലാസ്സിൽ വന്നിരുന്ന് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. നിങ്ങൾ രാത്രി തന്നെ, പക്ഷെ ഇത്ര നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഡെയിലി മാക്സിമം ആൻഡ് മിനിമം ടെമ്പറേച്ചർ, മാക്സിമം ആൻഡ് മിനിമം ഹ്യൂമിഡിറ്റി, അത് രണ്ടും നിങ്ങൾക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും 10 ദിവസം. ഓക്കെ മിസ്, ഫോണിൽ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഇത് ഡിഗ്രി സെൽഷ്യസ് കാണിക്കും. ഡിഗ്രി സെൽഷ്യസ് കാണിക്കും. ഓക്കെ, then plot a graph showing the changes in maximum and minimum humidity during the period. ഈ 10 ദിവസത്തെ ഹ്യൂമിഡിറ്റിയും, ഹ്യൂമിഡിറ്റി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായോ? നമ്മൾ ഈ ആവി, ചൂടെന്നൊക്കെ പറയില്ല, പുഴുങ്ങല് പോലെ. അതായത് ടെമ്പറേച്ചറിനപ്പുറം നമ്മുടെ ബോഡിക്ക് ഫീൽ ചെയ്യുന്ന ഒരു പുകച്ചിൽ പോലത്തെ ഒരു സംഭവം ഇല്ലേ, ചൂട്. ദാറ്റ് ഈസ് സോ ആ ഹ്യൂമിഡിറ്റി നമ്മുടെ അന്തരീക്ഷത്തിലുള്ള മോയ്സ്ചറിന്റെ ആണത്. ആ മോയ്സ്ചർ നമുക്കറിയാം. ചിലപ്പം നല്ല വെയിലുള്ള സമയത്ത് ഒരു മഴ പെയ്തെന്ന് വിചാരിക്കാം. Now today is just hot day, isn't it? But afternoon if it rains means or 4 o'clock or 3 o'clock അങ്ങനെ ഏതെങ്കിലും ടൈമിൽ നല്ല ചൂടുണ്ടായിരുന്നു, അത് മഴ പെയ്തു. But not much rain. അധികം മഴ പെയ്തിട്ടില്ല, കുറച്ച് മഴ പെയ്തു. നമ്മൾ വീടിന്റെ ഉള്ളിൽ ഇരിക്കട്ടെ, നമുക്ക് എങ്ങനെ ഫീൽ ചെയ്യും? Will it be cool? ഉയ്യോ, പിന്നെ എങ്ങനെയാലും ഒന്ന് പുറത്ത് ചാടിയാൽ മതി എന്നുണ്ടാവുള്ളൂ അല്ലേ. കാരണം നമുക്ക് പുകഞ്ഞിട്ടിരിക്കാമല്ലോ, ഹ്യൂമിഡിറ്റി ആണത്. ആ മഴ പെയ്ത് കഴിഞ്ഞപ്പോൾ ആ പുറത്തുണ്ടായിരുന്ന ചൂട് വരങ്ങളുടെ ഉള്ളിലേക്ക്, നമ്മുടെ വീടിന്റെ ഉള്ളിലേക്കായി അല്ലേ. ഓക്കെ, you will find that all maximum and minimum temperature as well as maximum and minimum humidity vary on almost every day. So it will be different in almost every day. ഈ 10 ദിവസവും മിക്കവാറും വ്യത്യാസമായിരിക്കും. 1-2 ദിവസം സെയിം വന്നെങ്കിൽ, but there is no much possibility, but almost every day it will be varied. Okay, weather may change from day to day and even from hour to hour. ഇനി രാവിലത്തെ നമ്മൾ നോക്കിയിട്ട് വൈകുന്നേരത്തെ നോക്കിയാലും ഡിഫറൻസ് ഉണ്ടായിരിക്കും. Now what is the time? Going to be 10 o'clock, isn't it?
9:34. So if you see check the temperature now, and if you check the temperature at 4 o'clock, it will be different, maximum and minimum. So ഒരു ദിവസം തന്നെ പലതവണ നമ്മൾ നോക്കിയാൽ പലതവണ ടെമ്പറേച്ചർ വിൽ ബി ഡിഫറെന്റ്. അപ്പൊ 10 ദിവസത്തെ അവസ്ഥ എന്ന് ഓർത്ത് നോക്കാം അല്ലേ. And it may be sunny in the morning, but suddenly may get overcast and start raining heavily in the afternoon. ഈ നമുക്ക് ട്രോപ്പിക്കൽ റീജിയൻ, അതായത് ജോഗ്രഫിയിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ട്രോപ്പിക്കൽ റീജിയൻ പഠിച്ചിട്ടുണ്ടോ? ഓക്കെ. ട്രോപ്പിക്കൽ റീജിയൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ട്രോപ്പിക് ഓഫ് ക്യാൻസർ, അതായത് ഭൂമധ്യരേഖയുടെ അടുത്ത ഭാഗങ്ങൾ ഏറ്റവും കൂടുതൽ ചൂട് കിട്ടുന്ന ഭാഗമാണ്. സൺലൈറ്റ് ഡയറക്റ്റ് ഫോളോ ചെയ്യുന്ന സ്ഥലങ്ങളാണ് ഈ ട്രോപ്പിക്കൽ റീജിയൻ എന്ന് പറയുന്നത്. ഗ്ലോബിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റ് ആ മിഡിലുള്ള എക്വാട്ടർ ലൈനിന്റെ അടുത്തടുത്ത് വരുന്ന ഭാഗങ്ങളാണ് ട്രോപ്പിക്കൽ റീജിയൻ. It will be very hot there, very hot, very hot. But അവിടുത്തെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ even though it is very hot, it will rain very fastly. നല്ല ചൂടായിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു വലിയ മഴ അങ്ങോട്ട് വരും, തകർത്തടിച്ചങ്ങ് പെയ്യും. തകർത്തടിച്ച് പെയ്ത് ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ മഴ കഴിഞ്ഞാൽ പെട്ടെന്ന് മഴ തോർന്നു വീണ്ടും ആദ്യം ഉണ്ടായിരുന്ന അതേപോലത്തെ ചൂട് അനുഭവപ്പെടും. കാരണം സൺലൈറ്റ് falls directly there. Due to the sunlight, heat of the sun's rays, ഈ അവിടെ ഉണ്ടായിരുന്ന വെള്ളമെല്ലാം ഇവാപ്പറേറ്റ് ചെയ്ത് പെട്ടെന്ന് മഴ പെയ്യുന്നു. മഴ പെയ്താൽ അവിടെ ഒരിക്കലും തണുപ്പുണ്ടാകുന്നില്ല. ഇൻസ്റ്റഡ് വാട്ട് ഹാപ്പൻസ്, പിന്നെയും ചൂട് തന്നെയായിരിക്കും ട്രോപ്പിക്കൽ റീജിയന്. ഓക്കെ. അതുപോലെ നമ്മുടെ വീട്ടിലും അങ്ങനെ തന്നെയാണ്. നമുക്ക് മഴ പെയ്താലും ചിലപ്പോൾ നല്ല തണുപ്പൊന്നും ആകണമെന്നില്ല. അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴത്തേനും വീണ്ടും നമുക്ക് നല്ല ചൂടായിന്ന് വരും. ഇപ്പൊ ഇതാരാ ദിയ അല്ലല്ലോ, അത് അനീതിയാണോ? അവളുടെ പേരെന്താ? സെബ. ഓക്കെ. ദിയ, where are you? Only one window is there. അപ്പൊ നമ്മുടെ ഷോണ് പോയി അല്ലേ? ഒരാൾ വരുമ്പോ ഒരാൾ പോകും. window. Okay. The day-to-day condition of the atmosphere at a place with regard to factors like temperature, humidity, rainfall, speed and direction of wind, etc. is called the weather at that place. ഒരു സ്ഥലത്തെ കാലാവസ്ഥ എന്ന് നമ്മൾ പറയുന്നത് എന്താണ്? The day-to-day condition of the atmosphere in a place with regard of factors like temperature, humidity, rainfall, speed and direction of wind, etc. ഒരു സ്ഥലത്തെ ചൂട്, ഹ്യൂമിഡിറ്റി, ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി, പിന്നെ റെയിൻഫോള്, പിന്നെ അവിടുത്തെ സ്പീഡ് ആൻഡ് ഡയറക്ഷൻ ഓഫ് വിൻഡ്, കാറ്റിന്റെ ഗതി എങ്ങോട്ടാണ്, അതിന്റെ സ്പീഡ് എത്ര, ഇതിനെല്ലാം കൂടെ ചേർത്ത് നമ്മൾ പറയുന്നതാണ്, ഇതെല്ലാം കൂടെ ഫാക്റ്റ് ആണ് ക്ലൈമറ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ വെതർ എന്ന് പറയുന്നത്. ഓക്കെ. The factors like a temperature, humidity, etc. are called the elements of weather. ഒരു സ്ഥലത്തെ ക്ലൈമറ്റിനെ അല്ലെങ്കിൽ വെതറിന്റെ പ്രധാനപ്പെട്ട എലിമെന്റ്സ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? അവിടുത്തെ ഹ്യൂമിഡിറ്റി ആൻഡ് ടെമ്പറേച്ചർ. അവിടുത്തെ ചൂട്, ഹ്യൂമിഡിറ്റി ആണ് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത്. മഴയെ അല്ല. അവിടുത്തെ ടെമ്പറേച്ചർ ആൻഡ് ഹ്യൂമിഡിറ്റി are the factors that cause for the weather, main factors. ബാക്കിയുള്ള കാറ്റ്, റെയിൻഫോൾ ഇതൊക്കെ ഉണ്ട് എങ്കിൽ പോലും ഹ്യൂമിഡിറ്റി ആൻഡ് ടെമ്പറേച്ചർ ആർ ദ മെയിൻ ഫാക്ടേഴ്സ് ദാറ്റ് കൺസിഡർ ദ വെദർ ഓഫ് എ പ്ലേസ്. സോ വാട്ട് ഈസ് എ വെദർ? ദ ഡേ ടു ഡേ conditions of the atmosphere in a place, that is humidity, temperature, rainfall and the direction and speed of the wind are the total together we will say is the weather there or the climate. അവിടുത്തെ വെദർ അതാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ. ഇനി elements of weathers are temperature and humidity. First one is temperature. The maximum temperature of the day at a given place occurs normally in the afternoon as the earth gets heated by the sun. നമ്മൾ ഒരു ദിവസത്തെ ഏറ്റവും കൂടുതൽ ചൂട് എന്ന് പറയുന്നത് യൂഷ്വലി ഇൻ ദ ആഫ്റ്റർനൂൺ ആണ് അല്ലേ? ഇന്നത്തെ ദിവസം ടുഡേ ഈസ് തേഴ്സ്ഡേ. ഈ തേഴ്സ്ഡേയിൽ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന സമയം എന്ന് പറയുന്നത് ഏതായിരിക്കും? ടുഡേസ് ആഫ്റ്റർനൂൺ ആയിരിക്കും. കാരണം സൺറൈസ് ഫോൾസ് ഡയറക്ട്ലി അറ്റ് ദാറ്റ് ടൈം ഓൺ ദി എർത്ത്. നമ്മുടെ ഭൂമിയിൽ ഓരോ രാജ്യത്തെ അങ്ങനെയാണ്. നമ്മുടെ ഇപ്പം നമുക്ക് ഡേയും അമേരിക്കയിൽ നൈറ്റും ആണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ?
പക്ഷെ അമേരിക്കൻ നൈറ്റ് ഡേ ആകുന്ന സമയത്ത് കറക്റ്റ് അവരുടെ ആഫ്റ്റർനൂൺ ടൈമിലാണ് സൺറൈസ് ഫോൾസ് ഡയറക്ട്ലി. മോർണിംഗ് ആൻഡ് ഈവനിങ് സൺറൈസ് ഫോൾസ് സ്ലാന്റ്ലി, ചെരിഞ്ഞാണ് വീഴുന്നത് രാവിലെയും വൈകുന്നേരവും. ഉച്ചയ്ക്ക് കറക്റ്റ് നേരിട്ട് മതി. നിങ്ങൾക്ക് ഗ്ലോബിൽ നിങ്ങളെ അതൊക്കെ കാണിച്ചു തന്നിട്ടുണ്ട് അല്ലേ? ചെറിയ ക്ലാസ്സിൽ പഠിപ്പിച്ചു തന്നില്ല? സൺറൈസ് ഗ്ലോബിലേക്ക് വന്ന് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എങ്ങനെയാണ് എന്ന്. ഓക്കെ. So the maximum temperature of the day at a given place occurs normally in the afternoon as the earth gets heated by the sun. At night, sun rays do not fall at that place and so it cools down. Usually എന്തുകൊണ്ടാണ് നമുക്ക് നൈറ്റ് പകലിനെ പോലെ ചൂട് തോന്നാത്ത ആൻമരിയ? Why we don't have a hot or temperature at night compared to day? Sun is gone. Moon is gone. Moon വരുന്നത് കൊണ്ടാണോ? Moon വരുന്നത് doesn't give any heat and light to us. Moon അവിടെ വെറുതെ ഇരിക്കുന്നുള്ളൂ. Moon നമുക്കൊന്നും തരുന്നില്ല. അല്ല മിസ്സേ, പകല് സൂര്യൻ ഉള്ളതുകൊണ്ട് ചൂട്, രാത്രിയില് സൂര്യൻ ഇല്ലാത്തതുകൊണ്ട്. Okay, very good. Okay, during the day we know that we get light and heat from the sun, isn't it? So as the earth rotates, we know that when it reaches the correctly to the sun's position, it will be midday. എന്ന് പറഞ്ഞാൽ ആഫ്റ്റർനൂൺ ആയിരിക്കും, മിഡ് ഡേ ആയിരിക്കും അല്ലെ? ആ സമയത്ത് നമുക്ക് കൂടുതൽ ചൂട് കിട്ടുന്നത്. As it rotates, the sunrise falls slantly, and when it turns, means this side when it comes, it doesn't get at all any sunrise. സൂര്യന്റെ ഒരു റേസും പ്രകാശമോ ചൂടോ നമുക്ക് കിട്ടാതെ വരുന്നു. So that's what at night it is cool compared to day. And during summer season we know that it is not so cool. സമ്മർ സീസൺ നമുക്കറിയാം അത്ര വലിയ തണുപ്പൊന്നും നമുക്ക് തോന്നിയല്ല. ഒരു 9 മണി 10 മണിക്ക് ആകുമ്പോൾ നമ്മൾ ചൂടായിരിക്കും, നമ്മൾ ഫാൻ ഉപയോഗിച്ചാണ് കിടക്കുന്നത്. ഇഫ് there is no fan, we'll come out of the house and we'll sleep outside and all, isn't it? കറണ്ട് ഒക്കെ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ നിലത്തൊക്കെ പായിട്ടിട്ടൊക്കെ കിടക്കാറില്ലേ? ഇല്ലേ? ഓക്കെ. അപ്പൊ നമുക്ക് രാത്രിയിൽ കൂൾ എന്ന് പറയുന്നതിൽ എന്ത് അർത്ഥം ഇരിക്കുന്നു? ചൂട് തോന്നാറില്ലേ? ഉണ്ട്, ഓഫ് കോഴ്സ്. ബട്ട് കമ്പയർഡ് ടു ദ ഡേ ഇറ്റ് വിൽ ബി കൂൾ. പകലിനെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് രാത്രിയിൽ ചൂട് കുറവ് തന്നെയാണ്. പിന്നെ പകലത്തെ ചൂട് കൊണ്ട് നമുക്കറിയാം അത് അന്തരീക്ഷത്തിൽ കുറെ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ആ ഒരു ഹ്യൂമിഡിറ്റി നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കും. At night, sunrise do not fall at that place and so it cools down. The minimum temperature occurs early in the morning. ഏറ്റവും കൂടുതൽ മിനിമം, ഏറ്റവും കുറവ് നമുക്ക് ചൂട് തോന്നുന്നത്, ഏറ്റവും കുറഞ്ഞ ചൂടെന്ന് പറയുന്നത് മോർണിംഗ് ആയിരിക്കും. ബിക്കോസ് രാത്രി മുഴുവൻ നമുക്ക് സൺറൈസ് കിട്ടാതെയാണ് നമ്മൾ രാവിലെ എണീക്കുമ്പോൾ നമുക്ക് കുറച്ച് തണുപ്പ് തോന്നുന്നത്. പക്ഷെ as the day begins, the sunrise starts to fall into the earth, means the region where we live, and automatically the temperature increases. രാവിലെ നമുക്ക് രാത്രി മുഴുവൻ തണുപ്പായിരിക്കും. എന്ന് വെച്ചാൽ രാത്രി മുഴുവൻ സൺറൈസ് കിട്ടാത്തതുകൊണ്ട് ഒരു 8 മണിയൊക്കെ ആ സമയത്തൊക്കെ നമുക്ക് ചൂട് തോന്നിയാലും ഒരു 10, 11, 12 മണിയൊക്കെ ആകുമ്പോൾ നമുക്ക് പതിയെ തണുപ്പാകാൻ തുടങ്ങും. കാരണം കുറേ സമയമായി സൺറൈസ് കിട്ടിയിട്ട്. ഇനി ഏർലി മോർണിംഗിലൊക്കെ ആകുമ്പോഴത്തേനും നിയർലി 10 to 12 hours കഴിഞ്ഞിട്ടാവും നമുക്ക് സൺറൈസ് കിട്ടിയിട്ട്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഒരു ദിവസത്തിന്റെ ഏറ്റവും തണുപ്പ് കൂടിയ ടൈം എന്ന് പറയുന്നത് ഏർലി മോർണിംഗ് ആയിരിക്കും. മനസ്സിലായോ? ഓക്കെ. ദെൻ ഏറ്റവും ചൂട് കൂടുതൽ എന്ന് പറയുന്നത് ആഫ്റ്റർനൂൺ ആയിരിക്കും. പിന്നെ ഗ്രാജുവലി കുറഞ്ഞു വരും. ഉച്ചയ്ക്കത്തെ ചൂട് എന്തായാലും വൈകുന്നേരം 5 മണി 6 മണിയാകുമ്പോഴൊന്നും അത്രയും കാണത്തില്ല നമുക്ക്. ഓക്കെ. At night, sunrise do not fall at the base, so it cools down. The minimum temperature occurs early in the morning. You already know that temperature is measured by a thermometer. We have studied in second lesson, I think, clinical thermometer and all. അതിനെ കുറിച്ചൊക്കെ പഠിച്ചല്ലായിരുന്നോ? അപ്പൊ നിങ്ങൾക്ക് അറിയാം. So thermometer എന്ന് പറഞ്ഞാൽ എന്താണ്? The instrument that is used to measure the temperature. അപ്പം ക്ലിനിക്കൽ തെർമോമീറ്റർ ഉണ്ട്. ക്ലിനിക്കൽ തെർമോമീറ്റർ നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മുടെ ബോഡി ടെമ്പറേച്ചർ അളക്കാൻ വേണ്ടിയിട്ടാണ്. അന്തരീക്ഷത്തിന്റെ ഉഷ്മാവ് അളക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വേറെ ടെമ്പറേച്ചർ ഉപയോഗിക്കുന്നു. ഓക്കെ. So maximum and minimum temperatures are measured in a special thermometers known as a maximum and മിനിമം തെർമോമീറ്റേഴ്സ്. ഇനി നമ്മൾ കാലാവസ്ഥ പറയുന്നതിൽ കേട്ടിട്ടുണ്ടാകും കൂടിയ താപനില 46 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 27 ഡിഗ്രി സെൽഷ്യസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ഹൗ വി വിൽ ഫൈൻഡ് ഔട്ട് ദ മാക്സിമം ആൻഡ് മിനിമം ടെമ്പറേച്ചർ? ദർ ഇസ് എ സ്പെഷ്യൽ thermometer called maximum and minimum thermometers, and അതിൽ ഇൻഡിക്കേറ്റ് ചെയ്യും ഏറ്റവും കൂടുതൽ എത്രയാണ് ഏറ്റവും കുറവ് എത്രയാണെന്നൊക്കെ ഉള്ളത്. ഓക്കെ.
In India, the highest temperatures recorded during the summers at several places in plains of north and in the northwest rise above 40 degrees Celsius. ഇവിടെ 46 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ നമ്മുടെ ഇവിടെ വരുന്നുണ്ട് അല്ലെ. പാലക്കാടൊക്കെ ഭയങ്കരമായിട്ട് ചൂട് തോന്നുന്നുണ്ട് അല്ലെ. അപ്പൊ ഇന്ത്യയിലെ ഇത് നേരത്തെ പ്രിന്റ് ചെയ്ത പുസ്തകം ആയതുകൊണ്ടാണ് ഇന്ത്യയിലെ പല ഭാഗങ്ങളിലും പ്ലെയിൻസിൽ അറിയാം ഭയങ്കര ചൂട് അനുഭവപ്പെടുന്നു. അതായത് 40 ഡിഗ്രി സെൽഷ്യസ് വരെ മാക്സിമം വരുമെന്ന്. ഇപ്പൊ 40 ഒന്നുമല്ല, അതിലും കൂടുതൽ ടെമ്പറേച്ചർ ആകാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്കറിയാം ഡൽഹി പോലെയുള്ള പ്രദേശങ്ങൾ എന്ന് പറഞ്ഞാൽ വെൻ ദർ ഈസ് കോൾഡ് ദേ ഹാവ് എ ഹൈ ലെവൽ കോൾഡ്, ഭയങ്കരമായിട്ട് തണുപ്പ് അവർക്കുണ്ട്. പക്ഷെ ചൂട് തുടങ്ങിയ ഭയങ്കര ചൂടുമായിരിക്കും. ആൻഡ് ദർ ഇസ് എ ഡെസേർട്ട് ഇൻ ഇന്ത്യ. വെർ ഇസ് ഇറ്റ്? വെർ ഇസ് എ ഡെസേർട്ട് ഇൻ ഇന്ത്യ? രാജസ്ഥാൻ. ഓക്കെ, താർ ഡെസേർട്ട് isn't it? ഓക്കെ, താർ ഡെസേർട്ടിലൊക്കെ ഭയങ്കര ചൂടാണ് അല്ലേ. ഓക്കെ, യൂഷ്വലി നമ്മുടെ നോർത്ത് വെസ്റ്റിലൊക്കെ പറഞ്ഞിരിക്കുന്നത്, നോർത്ത് വെസ്റ്റ് എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ രാജസ്ഥാൻ ഡെസേർട്ടിനൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. അവിടെയൊക്കെ ഏറ്റവും മാക്സിമം എന്ന് പറഞ്ഞാൽ 40 ഡിഗ്രി എന്നാണ്. പക്ഷെ നോട്ട് 40, ഇപ്പം 40 ഡിഗ്രി ഒന്നും അല്ലോട്ടെ. ഇപ്പൊ കേരളത്തിൽ പോലും കൂടെ 40 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ പാലക്കാട് ഡിസ്ട്രിക്റ്റിലൊക്കെ നമുക്ക് സമ്മർ സീസണിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. Humidity and rainfall. Humidity is measured by an instrument called a hygrometer. ഇനി ടെമ്പറേച്ചർ അളക്കുന്ന ഉപകരണമാണ് തെർമോമീറ്റർ. ബട്ട് ഹ്യൂമിഡിറ്റി അളക്കുന്ന മെഷീന്റെ പേരാണ് ഹൈഗ്രോമീറ്റർ. ദ ഗ്രേറ്റർ ദ ഹ്യൂമിഡിറ്റി മോർ ദ ചേഞ്ച് ഓഫ് റെയിൻ ചാൻസസ് ഉണ്ടാകുന്നുണ്ട്. അതായത് മഴയ്ക്ക് കൂടുതൽ ഹ്യൂമിഡിറ്റി ആകുമ്പോൾ നമുക്ക് മഴയ്ക്ക് സാധ്യതയുണ്ട്. ചിലപ്പോൾ നിങ്ങളുടെയൊക്കെ വീട്ടിലെ അച്ഛനും അമ്മയൊക്കെ പറയുന്നൊക്കെ ഇന്ന് ഭയങ്കര ചൂടാ, മഴ ഇന്ന് മിക്കവാറും പെയ്യും അല്ലേ. ഭയങ്കരമായിട്ട് പുകച്ചിലെടുക്കുന്നു, ഉഷ്ണം എടുക്കുന്നുണ്ട്, ഇന്ന് എന്തായാലും മഴ പെയ്യും, അതുപോലത്തെ ചൂടാ എന്ന് പറയും അല്ലേ. അപ്പൊ ഇത് എന്താണെന്ന് വെച്ചാൽ ഡ്യൂ ടു ദ സൺറൈസ്, സൺസ് ഹീറ്റ്, ദ വാട്ടർ ഗെറ്റ്സ് ഇവാപ്പറേറ്റ് ചെയ്യും. ആ ഇവാപ്പറേറ്റ് ചെയ്യുന്ന ആ ഇതും ഈ ടെമ്പറേച്ചറും കൂടി കൂടുമ്പോൾ നമുക്കൊരു വല്ലാത്തൊരു അവസ്ഥ തോന്നും. ആ ഉഷ്ണത്തിനെയാണ് നമ്മൾ ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത്. ഇനി ആ ഹ്യൂമിഡിറ്റിനെ അളക്കുന്ന ഉപകരണത്തിന്റെ പേരെന്താണ്? ഹൈഗ്രോമീറ്റർ. സോ ദ ഗ്രേറ്റർ ദ ഹ്യൂമിഡിറ്റി മോർ ദ ചാൻസ് ഓഫ് റെയിൻ. കൂടുതൽ ഹ്യൂമിഡിറ്റി ഉള്ളപ്പോൾ മഴയ്ക്ക് കൂടുതൽ സാധ്യതയുണ്ട്. റെയിൻഫോൾ ഈസ് മെഷേർഡ് ബൈ ആൻ ഇൻസ്ട്രുമെന്റ് കോൾഡ് റെയിൻ ഗൗജ്. ഈ ഇതിന് മഴ മാപിനി എന്നാ പറയുന്നത്. മഴ മാപിനി ഉണ്ടാക്കാൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? മഴ അളക്കുന്നതാണ്. അതായത് നമുക്ക് വേണമെങ്കിൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും ഇങ്ങനത്തെ ഒരു സാധനം. ഹൗ ഇൻസ് നമുക്ക് ഒരു ബോട്ടിൽ എടുത്തിട്ട് ഒരു സാധാ ഒരു ബോട്ടിൽ എടുത്തിട്ട് നമ്മള് സ്കെയിൽ വെച്ചിട്ടല്ല, എന്താ പറയണ്ടേ, മഴ പെയ്യുന്ന സമയത്ത് നമ്മൾ അതിനെ ജസ്റ്റ് നമ്മുടെ മഴ പെയ്യുന്ന മുറ്റത്തിന്റെ അവിടെ എവിടെയെങ്കിലും കൊണ്ട് വെക്കുക. അതായത് വേറെ ഓടയിലെ പെരയിലെ വെള്ളമൊക്കെ വീഴുന്ന സ്ഥലമല്ല ഉദ്ദേശിച്ച്, ജസ്റ്റ് പ്ലെയിൻ ആയിട്ട് നമ്മുടെ മുറ്റത്തിന്റെ എവിടെയെങ്കിലും വെക്കുക. എന്നിട്ട് മഴ പെയ്ത് കഴിയുമ്പോൾ ഈ ബോട്ടിൽ എത്രത്തോളം വെള്ളം വീണു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരു സ്കെയിൽ വെച്ച് അളന്ന് നോക്കുക. അപ്പൊ ഇന്നത്തെ മഴ എത്രയുണ്ടായിരുന്നു, നാളെ എത്ര മഴ പെയ്തു, അങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ സയന്റിസ്റ്റ് യൂസ് ചെയ്യുന്ന സാധനമാണ് റെയിൻ ഗേജ്, മഴ മാപിനി എന്ന് പറയുന്നത്. ഓക്കെ, to make your own rain gauge, see in the laboratory section in India. Rain is എന്താന്ന് വെച്ചാൽ laboratory section നോക്കാൻ പറഞ്ഞാല് ഇവിടെ ഉദ്ദേശിക്കുന്നത് നമ്മളൊരു ബോട്ടിൽ എടുക്കുക, ബോട്ടിൽ നമുക്ക് ഫണൽ വെക്കാം. ചോർപ്പ് എന്താ പറയുന്നത്, അരിപ്പ, അതിനെന്താ പറയുന്നത് നിങ്ങൾ? ചോർപ്പ് എന്നാണ് പറയുന്നത്, അരിപ്പ. ഈ എണ്ണയൊക്കെ ഒഴിക്കാൻ വേണ്ടി കുപ്പിയിലേക്ക് സാധനമില്ല, ഫണൽ, ചോർപ്പ്. ഓക്കെ, പാലൊക്കെ അളക്കാൻ വേണ്ടി കുപ്പിയിലേക്ക് ഒഴിക്കുമ്പോൾ ഒരു സാധനം വെച്ചിട്ടില്ല ഒഴിക്കുന്നത്, അതിനെ ഫണൽ എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. ചോർപ്പ് എന്ന് പറയും ഞങ്ങള്, ചിലർ വേറെ ഏതാണ്ട് ഒരു വാലിയോ അങ്ങനെ എന്തൊക്കെ പേര് പറയുന്നേക്കാം. ഓക്കെ, എനിവേ മനസ്സിലായോ അത് സാധനം എന്താന്ന്? ഓക്കെ, അത് വെക്കുക. എന്നിട്ട് പുറത്ത് വെക്കുക. രാവിലെ മുതൽ വൈകുന്നേരം വരെ വെക്കുക. അല്ലെങ്കിൽ ഇന്ന് രാവിലെ വെച്ചിട്ട് നാളെ രാവിലെ വരെ 24 hours. ആ 24 hours കൊണ്ട് ഈ കുപ്പിയിൽ എത്രത്തോളം വെള്ളം കിട്ടിയെന്ന് സ്കെയിൽ വെച്ച് അളന്ന് നോക്കുക. കുപ്പി എടുത്തിട്ട് കുപ്പിയിൽ ചിലപ്പോൾ അത് 5 സെന്റിമീറ്റർ ആയിരിക്കും, 10 സെന്റിമീറ്റർ ആയിരിക്കും, അങ്ങനെ ആയിരിക്കും. ഓക്കെ, in India, rain is mainly brought by two kinds of humidity. Laden winds, humidity laden winds. These are the southwest monsoon, June to September, which brings heavier rain to most part of the country, and the northeast monsoon, November to March, which brings a relatively lighter rain. അതായത് നമുക്കറിയാം കേരളത്തിലെ നമുക്ക് അങ്ങനെ കണക്ക് കൂട്ടാൻ പറ്റത്തില്ല. കാരണം കേരളത്തിലെ മഴ എന്ന് പറയുമ്പോൾ സാധാരണ നമ്മൾ മൺസൂൺ, അതായത് ജൂൺ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബറിന്റെ ഒരു പകുതിയോടുകൂടിയൊക്കെ സാധാരണ നമ്മുടെ മഴ കുറയും.
അത് മൺസൂൺ ക്ലൈമറ്റ് ആയതുകൊണ്ട്, ബിക്കോസ് നമ്മളെ കേരളം കിടക്കുന്നത് കടലുകൾ ചുറ്റപ്പെട്ട് കിടക്കുകയാണ് അല്ലെ. നമുക്ക് അറേബ്യൻ സീ ഉണ്ട്, പിന്നെ താഴോട്ട് വന്ന ട്രിവാൻഡ്രത്തിന്റെ ആ ഭാഗത്തോട്ട് വന്നു കഴിഞ്ഞാൽ ബേ ഓഫ് ബംഗാളും ഇന്ത്യൻ ഓഷനും ഒക്കെ കൂടെ മിക്സ് ചെയ്യുന്ന ഒരു ഭാഗമാണ് നമ്മുടെ കന്യാകുമാരി എന്നൊക്കെ പറയുന്ന ആ ഭാഗം വരുന്നത് അല്ലെ. സോ നമുക്കൊരു മൺസൂൺ ക്ലൈമറ്റ് ആണ്, സമുദ്രം ഉള്ളതുകൊണ്ട്. യൂഷ്വലി ഇന്ത്യയിലെ 2 ടൈപ്സ് ഓഫ് റെയിൻസ് ആണുള്ളത്. ഫസ്റ്റ് വൺ ഈസ് നമ്മൾ പറയുന്നത് സൗത്ത് വെസ്റ്റ് മൺസൂൺ. സൗത്ത് വെസ്റ്റ് മൺസൂൺ എന്ന് പറയുമ്പോൾ ജൂൺ ടു സെപ്റ്റംബർ, അതായത് നമുക്ക് കിട്ടുന്ന സൗത്ത് വെസ്റ്റ്, നമ്മളുടെ ഇന്ത്യ കേരളത്തിലൊക്കെ കിട്ടുന്ന മൺസൂൺ ക്ലൈമറ്റ് സൗത്ത് വെസ്റ്റ്. ആ ക്ലൈമറ്റ് കഴിഞ്ഞാൽ അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഉടനെ തുലാമഴ പെയ്യും. ഉച്ച കഴിഞ്ഞ് ഇടിയോടുകൂടി പെയ്യുന്ന മഴയാണ് തുലാമഴ. മോർണിംഗ് ദർ വിൽ ബി നോ റെയിൻ. തുലാമഴയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മോർണിംഗ് ദർ വിൽ ബി നോ റെയിൻ. ആഫ്റ്റർനൂണ് സഡൻ നമുക്ക് പെട്ടെന്ന് അങ്ങ് തോന്നും മഴ പെയ്യുന്ന പോലെ അങ്ങ് തോന്നി, ഉരുണ്ടുകൂടി വലിയ ഇടിയൊക്കെ കുലുങ്ങി മഴ പെയ്യുന്നു. ആ മഴ ചിലപ്പോൾ ഒരു ഫ്യൂ മിനിറ്റ്സ് ഓർ 1 hour ലൈക്ക് ദാറ്റ് വേണ്ടല്ലോ. രാവിലെ മുതൽ വൈകുന്നേരം വരെ നിൽക്കുന്ന മഴയല്ല, അത് മൺസൂൺ ക്ലൈമറ്റിൽ പെടുന്നു. തുലാമഴ എന്ന് പറയുമ്പോൾ എന്നും ഉച്ച കഴിഞ്ഞതിന് ശേഷം ഇടിയോടുകൂടി പെയ്യുന്ന മഴയാണ് തുലാം. അതായത് നമുക്ക് മലയാളത്തിലെ നമ്മുടെ ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം, ധനു, അങ്ങനെ മലയാള മാസത്തിന്റെ പേരറിയാവോ? ഒന്ന് പറഞ്ഞേ, മലയാള മാസത്തിന്റെ പേരൊന്ന് പറഞ്ഞേ. 7th പഠിക്കുന്നത്? ആൻമരിയ, നെയിം ദ മന്ത്സ് ഇൻ മലയാളം. അറിയത്തില്ലേ? കേട്ടിട്ടേ ഇല്ല. അതെ, ശ്രേയ പിന്നെ മുങ്ങി. ശ്രേയോട് ചോദിക്കുന്നു. ഒന്നും കേട്ടില്ല. ദുണ്ടും മാത്രമേ കേട്ടു. തുലാമഴയുടെ ഇടി മുഴങ്ങിയതാന്ന് തോന്നുന്നു. കേൾക്കത്തില്ല ആൻമരിയ, രക്ഷപ്പെട്ടു തൽക്കാലം. ശ്രേയ മൊത്തത്തിലേ മുങ്ങി, പേര് മാത്രമേ ഇവിടെ ഉള്ളൂ, ആളേ ഇല്ല. ഓക്കെ, സോ നമ്മള് ജാനുവരി ഫെബ്രുവരി പറയുന്ന പോലെ തന്നെ മലയാളത്തിലും ഉണ്ട് അല്ലെ. ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം, ധനു, മകരം, കുംഭം, മീനം, മേടം, ഇടവം, മിഥുനം, കർക്കിടകം. സോ ഫസ്റ്റ് മന്ത് ഈസ് ചിങ്ങം ആൻഡ് ലാസ്റ്റ് മന്ത് ഈസ് കർക്കിടകം. അപ്പൊ ഈ തുലാം മാസത്തിൽ പെയ്യുന്ന അങ്ങനെ ഒരു കണക്കിലായതുകൊണ്ടാണ് തുലാം മഴ എന്ന് പറയുന്നത്. രണ്ടാലും പോയി. Okay, so southwest monsoon means the rain that we get from June to September. So I have heard it, miss. കേട്ടിട്ടുണ്ട്, പക്ഷേ അറിയത്തില്ല. ഓക്കെ, ശരി. ഇനി അതൊക്കെ ഒന്ന് പഠിച്ചു വെക്കാം. 7th സ്റ്റാൻഡേർഡിലെത്തില്ലേ? യൂഷ്വലി 1st സ്റ്റാൻഡേർഡിലെ പിള്ളേർ പറയുന്ന കേസാണ് ഇതൊക്കെ. LKG UKG പിള്ളേരൊക്കെ പറയും ചിങ്ങം കന്നിയൊക്കെ. ഇവിടെ 7th എത്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിശയം, മന്തിന്റെ ഒന്നും പേരറിയത്തില്ല. അത് ശരി. Okay, so next one is a northeast monsoon. Northeast monsoon means November to March. നമുക്ക് അധികം കിട്ടുന്നതല്ല നവംബർ ടു മാർച്ച്. നവംബറിലൊക്കെ പിന്നെ നമുക്ക് മഴയില്ലാത്തതാണ്. പിന്നെ നമുക്ക് കിട്ടുന്നത് ഒരു ഫെബ്രുവരി ഓർ മാർച്ചിലൊക്കെ നമുക്ക് വേനൽ മഴ എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടുന്ന മഴയുള്ളൂ. 2 തരം ക്ലൈമറ്റ് ആണ് ഇന്ത്യയിലുള്ളത്. ഫസ്റ്റ് വൺ ഈസ് സൗത്ത് വെസ്റ്റ് മൺസൂണ്. ആ ക്ലൈമറ്റ് ആണ് നമുക്ക് കിട്ടുന്ന കേരളത്തിലൊക്കെ. സൗത്ത് എന്ന് പറയുമ്പം തെക്കേ ഇന്ത്യയിലേക്ക് വന്നു അല്ലെ, നമ്മൾ തെക്കേ ഇന്ത്യക്കാരാണ്. സൗത്ത് വെസ്റ്റ് മൺസൂൺ ക്ലൈമറ്റ്, that is from June to September. And second one is northeast monsoon, that is from November to March. We don't get a rain during those days. Only എന്തെങ്കിലും സൈക്ലോൺ മൂലം അങ്ങനെ എന്തെങ്കിലും ആയെങ്കിൽ മാത്രം നമുക്ക് ആ സമയത്തൊക്കെ ക്ലൈമറ്റ് അത് കിട്ടുകയുള്ളൂ. ഇപ്പൊ എനിക്ക് തോന്നുന്നു മിനിയാന്ന് നമുക്ക് പെയ്തെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ആ പറഞ്ഞ ബുറേവിയുടെ ഭാഗമായിട്ട് എന്തായാലും ചെറിയൊരു മഴ പെയ്തതായിട്ട് ആയിരിക്കാം. ഇടിയുണ്ടായിരുന്നു. ഓക്കെ, so next, predicting the weather. What is the next means during the southwest monsoon period, humidity laden winds from the Indian Ocean and Bay of Bengal bring rain to India. So ഈ സൗത്ത് വെസ്റ്റ് മൺസൂൺ ടൈമില് നമുക്ക് ബേ ഓഫ് ബംഗാളിൽ നിന്നും ഇന്ത്യൻ ഓഷനിൽ നിന്നും കാറ്റ് വന്നിട്ട് മഴ പെയ്യുന്നു. അതായത് നമുക്ക് ഇത്രയും നാളും കിട്ടിക്കൊണ്ടിരുന്നത് ഓഷനിൽ നിന്ന് കിട്ടുന്നത്. And during winters, when the winds blow from the mountains of North India towards the northern plains, the plains becomes very cold. During summers, the winters blow from the hot desert of Rajasthan towards Delhi, and Delhi becomes very hot. And see, നമുക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ സദേൺ വെസ്റ്റ് പ്ലേസിൽ, നമ്മുടെ കേരളം, തമിഴ്നാടു, കർണാടക പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ ബേ ഓഫ് ബംഗാളിൽ നിന്നും ഇന്ത്യൻ ഓഷനിൽ നിന്നും കാറ്റ് വീശി നമുക്ക് മഴയും കാറ്റും കിട്ടുന്നു. ആൻഡ് വിന്റർ സീസൺ ആകുന്ന സമയത്ത്
നമുക്കറിയാം ഹിമാലയൻ റീജിയൻ ഒക്കെ ഉള്ളത് എവിടെയാണ്? നോർത്തിലാണ് അല്ലേ? സോ ആ മൗണ്ടൻസ്, there are so many mountains. Wind from those mountains fall to northern side, north eastലേക്ക് കാറ്റ് വീശുന്നു. ആൻഡ് അത് വിന്റർ സമയത്താണ്, ഈ ഡിസംബർ, ജാനുവരി, ഫെബ്രുവരി മന്തിലൊക്കെ ആയിട്ടാണ്. നെക്സ്റ്റ്, ഡ്യൂറിങ് വിന്റർ സീസൺ we know that Rajasthan desert, there is desert in Rajasthan. So at that time very hot wind blows from Rajasthan to Delhi and all, to that side. രാജസ്ഥാനിൽ നിന്ന് ഡൽഹിയിലേക്കൊക്കെ ചൂടുള്ള കാറ്റ് വീശും. അതുകൊണ്ടാണ് സമ്മർ സീസണിൽ ഡൽഹി ഒക്കെ ഭയങ്കര ചൂടായിട്ടിരിക്കുന്നത്. അണ്ടർസ്റ്റാൻഡ്? ഓക്കെ. നെക്സ്റ്റ് predicting the weather. എനിക്ക് തോന്നുന്നു 2 മിനിറ്റ് ബാക്കിയുള്ളൂ. സയന്റിസ്റ്റ് ഹു സ്റ്റഡി ദ പ്രെഡിക്റ്റ് വെദർ ആർ നോൺ ആസ് എ മെട്രോളജിസ്റ്റ്. കാലാവസ്ഥാ നിരീക്ഷകർ എന്ന് നമ്മൾ പറയല്ലേ? ഓക്കെ. സയന്റിസ്റ്റ് ദോസ് ഹു സ്റ്റഡി അബൌട്ട് ദ വിൻഡ് ആൻഡ് ദേ പ്രെഡിക്റ്റ് അബൌട്ട് ദ ക്ലൈമറ്റ് ഈസ് നോൺ ആസ് എ മെട്രോളജിസ്റ്റ്. മെട്രോളജിസ്റ്റ് എന്നാണ് അവരെ പറയുന്നത്, കാലാവസ്ഥാ നിരീക്ഷകർ. അതായത് കാലാവസ്ഥയെക്കുറിച്ച് പഠിക്കുകയും മുൻപേ തന്നെ പ്രവചിക്കുകയും ചെയ്യുന്നു. മഴ പെയ്യാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ചുഴലിക്കാറ്റുണ്ടാകുന്നു, രൂപപ്പെട്ടു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറയാറുണ്ട് അല്ലേ? ഫോർകാസ്റ്റ് ഓർ വെദർ, ഫോർകാസ്റ്റ് ദ വെദർ, വെദറിനെ അവർ നേരത്തെ മുൻകൂട്ടി അറിയിക്കുന്ന ആൾക്കാരെ പറയുന്ന പേരാണ് മെട്രോളജിസ്റ്റ്. ദേ പ്രെഡിക്റ്റ് വെദർ ബൈ സ്റ്റഡിങ് പാറ്റേൺസ് ഇൻ വെദർ ആൻഡ് സെവറൽ ഫാക്ടേഴ്സ് ദാറ്റ് അഫക്റ്റ് വെദർ. സോ ഇപ്പം നമുക്ക് സാറ്റലൈറ്റ്സിന്റെ ഹെൽപ്പോട് കൂട്ടിട്ട് എന്ത് മാറ്റങ്ങൾ വരുമ്പോഴും പെട്ടെന്ന് ദേ ക്യാൻ ഐഡന്റിഫൈ. നമുക്കറിയത്തില്ല, പക്ഷെ സയന്റിസ്റ്റ് can identify. So they will predict by studying patterns in weather and the several factors that affect weather. Weather is very complex phenomenon. So നമുക്കറിയാം ഇപ്പൊ അന്ന് ഉണ്ടായ കാറ്റ് വീശി അത് ഇങ്ങോട്ട് എത്തുമ്പോഴേക്കും തമിഴ്നാടിന്റെ ഭാഗത്തേക്ക് എത്തുമ്പോഴത്തേനും കാറ്റ് കുറയും, പകരം മഴ പെയ്യും. അവർക്ക് അങ്ങനത്തെ ഇൻഫോർമേഷൻ അവര് പെട്ടെന്ന് മനസ്സിലാക്കി ഇൻഫോം ചെയ്തു. അതുകൊണ്ട് കാറ്റ് ഇങ്ങോട്ട് അധികം വന്നില്ല, മഴയും വലിയ കാര്യമായിട്ട് പെയ്തില്ലെങ്കിൽ പോലും തമിഴ്നാടിന്റെ ഭാഗങ്ങളിലൊക്കെ മഴ പെയ്തു അല്ലേ? It is affected by hundreds of factors and is not easy to predict. That is why the predictions sometimes go wrong. ചില സമയത്ത് ഇവർ പറയുമ്പോൾ ശരിയാവണമെന്നില്ല, അതുപോലെ തന്നെ സംഭവിക്കണില്ല. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ബുറേവിയുടെ കാര്യത്തിൽ പറഞ്ഞതുപോലെ തന്നെ തമിഴ്നാട്ടിലൊക്കെ വലിയ മഴ പെയ്യും, തിരുവനന്തപുരം ഭാഗത്ത് ഇവിടെ നമ്മുടെ ഇവിടെ പിന്നെ എന്താ പറയുന്നത് റെസ്ക്യൂ ടീമിനൊക്കെ ഇറക്കിയായിരുന്നു അല്ലെ? പക്ഷെ ഒന്നും സംഭവിച്ചില്ല. ചില സമയത്ത് കുറേ ഫാക്ടേഴ്സ് ഉണ്ട് അതിനെ കാരണമാകുന്നത്. ചില സമയത്ത് അതുകൊണ്ടാണ് തെറ്റിപ്പോകുന്നത്. എല്ലായ്പ്പോഴും ഒരേപോലെ ആവണമെന്നില്ല, എങ്കിൽ പോലും പല സമയത്തും കറക്റ്റായിട്ട് സംഭവിക്കാറുമുണ്ട്. ഓക്കെ, നമുക്ക് അടുത്ത ക്ലൈമറ്റ് എന്നുള്ള നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ, ബൈ ദെൻ. ആകെ ഒരാളുണ്ട് ഇവിടെ.